ആദ്യം തന്നെ ചങ്ങാതിമാർക്കെല്ലാം ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഇന്ന് നമ്മളൊരു കിടുക്കായിട്ടോ കേട്ടോ. ഇവൻ്റെ പേരാണ് തൈര് മുളക് കൊണ്ടാട്ട ചിക്കൻ. ഇത് കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇത് കണ്ടു കഴിഞ്ഞാൽ ചാടിക്കറിയ കോഴിക്കാലക്കറി ഒരു പിടുത്തം പിടിക്കാൻ പോകും. അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സ്നേഹമാണല്ലോ നമ്മുടെ എല്ലാം. നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹമില്ലാതെ ഒന്നും ആവില്ലല്ലോ. അപ്പം നേരെ നമുക്ക് ഈ സാധനം ഉണ്ടാക്കുന്ന നമുക്ക് ആദ്യം ഒന്ന് കാണാം. ആദ്യം ഇതുപോലെ ഒരു ബേസിനെടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി ചിക്കൻ കാലെടുത്തൊരു മറിക്കുന്നു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ലെമൺ ജ്യൂസും ഇതുപോലെ അങ്ങ് പിഴിഞ്ഞൊഴിക്കുക. കണ്ടില്ലേ? ഇത് പിഴിഞ്ഞൊഴിച്ച ശേഷം അതിലേക്ക് ഉപ്പ് സ്നേഹത്തോടെ വാരി വിതറിക്കും. എന്നിട്ട് ഇവനെ നല്ലവണ്ണം അങ്ങ് തിരുമ്മി പിടിപ്പിക്കുക. ആ ചിക്കൻ കാലിൽ ഒരു 3-4 വരയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ മസാല മൊത്തത്തിലങ്ങ് പിടിക്കാൻ എളുപ്പമുണ്ടാവും. എന്നിട്ട് മസാല ഇതുപോലെ മൊത്തത്തിലങ്ങ് ചിക്കനിലങ്ങ് നല്ല രീതിയിലങ്ങ് പിടിപ്പിക്കുക. കണ്ടില്ലേ? ശേഷം അതിലേക്ക് ഒരു ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ, കണ്ടില്ലേ, കുറച്ച് മഞ്ഞപ്പൊടിയും സാദാ മുളക് പൊടിയും ഇച്ചിരി എരിവിന് വേണ്ടി ഇതും കൂടെ ഇട്ട ശേഷം ഇച്ചിരി പെരിഞ്ചീര പൗഡറും ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നല്ല രീതിയിലങ്ങ് മസാല പിടിപ്പിക്കുക. ചിക്കനിലങ്ങ് നല്ല പെരട്ടി അങ്ങ് തിരുമ്മി അങ്ങ് നല്ല രീതിയിൽ മസാജ് ചെയ്യുന്ന പോലെ അങ്ങ് പിടിപ്പിച്ചു. കണ്ണടച്ചങ്ങ് മസാല ചെയ്യും. ഈ മസാല അവത്തല്ലെങ്കിൽ പിടിച്ച് സെറ്റായി വരുമ്പോഴേക്കത് ഈ രൂപത്തിലാക്കിയെടുക്കാം. കണ്ടില്ലേ? ചിക്കനിൽ ചുറ്റിനും മസാല പിടിച്ച് നല്ല സെറ്റായിട്ട് കേട്ടോ. ഈ പരുവായിട്ടിരിക്കുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു ഇച്ചിരി മുട്ട ഇങ്ങനെ ഒഴിക്കുക. ഒരു അരമുട്ട മതിയാവും. ശേഷം ഒരു ഇച്ചിരി കോൺഫ്ലവറും കൂടെ അങ്ങ് സ്നേഹത്തോടെ വാരി വിതറിക്കും. എന്നിട്ട് മൊത്തത്തിലങ്ങ് പിടിപ്പിക്കുക. അപ്പോൾ ആ മസാല മൊത്തത്തിലങ്ങ് ടൈറ്റായി കുറുകി ആ ചിക്കനിലങ്ങ് മൊത്തത്തിൽ പിടിച്ചൊരു പരുവായിട്ട് ഇരിക്കുന്നതാണ്. ഇതുപോലെ ലെവലാക്കി അങ്ങ് എടുക്കുക. എന്നിട്ട് ഒരു ഓയിൽ കടായി ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി ലെവലായി വരുമ്പോഴേക്ക് നമ്മുടെ കോഴിക്കാൽ ഓരോന്നായിട്ട് അതിലേക്കിട്ടങ്ങ് ഫ്രൈ ചെയ്യുക. ചൂട് പാകത്തിന് നോക്കി വേണം കേട്ടോ. മസാല വിട്ടു പോകാത്ത രീതി വേണം. ഓവർ ചൂടായ ചിക്കൻ കരിഞ്ഞും പോവും, അകം വേഗത്തുമില്ല. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കോരി ഒഴിച്ച് ചിക്കനെ അതിൻ്റെ അകത്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടില്ലേ? ഒന്ന് ഫ്രൈ ആയി ലെവൽ വരുമ്പം നമ്മുടെ കൊണ്ടാട്ട മുളകും കൂടെ ഇട്ട് കൂടത്തിലിട്ടങ്ങ് അവനങ്ങ് മൊത്തത്തിൽ ലെവലാക്കി എടുക്കുക. ഫ്രൈ ചെയ്ത ശേഷം ഇവനെ കോരി ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റുക. ആ കൊണ്ടാട്ട ചില്ലിയും കൂടെ എടുത്ത് ഇതുപോലെ മാറ്റിയിടുക. ശേഷം അടുത്തത് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഇതുപോലെ പുളിയില്ലാത്ത തൈര്, അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് അരിപ്പൊടിയും കൂടെ ഇടുക. എന്നിട്ട് ഒരു വിസ്ക് വെച്ച് ഇതുപോലെ നല്ലവണ്ണം അങ്ങ് കലക്കുക. മൊത്തത്തിലങ്ങ് നല്ല മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കുക. ഈ അരിപ്പൊടി ചേർക്കുന്നത് ഇത് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ. തൈര് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഈ രൂപത്തിലാക്കിയ ശേഷം നേരെ അടുത്ത് നമ്മൾ ഉരുളി എടുത്ത് ചൂടാക്കാൻ വെക്കും. ഉരുളി ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഇതുപോലെ വാരി വിതറുക. അവൻ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഇച്ചിരി ഇഞ്ചി ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ റോസ്റ്റ് ചെയ്യുക. ഇത് റെഡിയായി കഴിയുമ്പോഴേക്ക് ചെറുള്ളി ചെറുതായി അരിഞ്ഞ ചെറുള്ളിയും കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കുക. കണ്ടില്ലേ? ഇതുപോലെ വരട്ടുക. ഇത് മൂന്നും കൂടെ വരട്ടുമ്പോൾ നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ആ സമയത്ത് ഇച്ചിരി വത്തലമുളകും കൂടെ ഇട്ട് ഇതിലേക്ക് ഇങ്ങനെ അങ്ങ് വരട്ടുക. ഇല്ല, വരണ്ട് വരുമ്പോഴേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ സ്നേഹത്തോടെ അങ്ങ് വാരി വിതറിക്കും. ഒന്നും നോക്കണ്ട. മൊത്തത്തിലൊന്ന് വരട്ടിയെടുത്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് മസാല ഇടാനുള്ള പരിപാടി തുടങ്ങാം. ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ, ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കുക. ആ മസാല കുത്തലൊക്കെ ഒന്ന് മാറി ലെവലായി വരുമ്പോഴേക്ക് തൈരെടുത്തൊരു മറിക്കുക. എന്നിട്ട് ഇതുപോലെ തീരെ കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ രൂപത്തിലാക്കിയെടുക്കുക. ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഇടുക. എന്നിട്ട് ഉപ്പും കൂടെ ഇട്ടങ്ങ് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചില്ലിയും കൊണ്ടാട്ടവും എല്ലാം കൂടെ ഇട്ടൊരു മറിച്ചിട്ട് ഇതുപോലെ സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ ആ ചിക്കനെ മൊത്തം പിടിച്ച് ഈ രൂപത്തിലിങ്ങനെ ഒരു മസാലയൊക്കെ കുറുകി നല്ല ലെവലായിട്ടേക്കും. അപ്പോൾ നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. എൻ്റെ ചങ്ങാതി ഒരു ലെവലാട്ടോ ഇത് കേട്ടോ. ഇപ്പോൾ കയറി പിടുത്തൊക്കെ പിടിക്കാൻ തോന്നുന്നു. കൊതി വന്നിട്ട് രക്ഷയില്ല. എന്നിട്ട് ഇതുപോലെ വാഴയിലേക്ക് വെച്ചിട്ട് ആ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഓരോന്നായി അടുക്കി വെക്കാം. കൊതി വന്നിട്ട് ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതി.
വേറെ ലെവലായി ഈ സാധനം കേട്ടോ. എന്നിട്ടിത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, റോസ്റ്റ് ചെയ്ത ചില്ലി ഫ്ലേക്സും കൊണ്ട് ഇതുപോലെ വാരിങ് വിതറുക. എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പം മൊത്തത്തിലൊരു വേറെ രൂപമായവൻ. എന്നിട്ട് നേരെ ഇവനതേ കണ്ടില്ലേ, ഒരു ചെറിയ സ്വീറ്റ് വൈൻ എടുത്തിട്ട് അവനെ സൈഡിലേക്ക് വെച്ച ശേഷം ഈ കോഴിക്കാലെടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് ചങ്ങാതിമാർക്ക് വേണ്ടി അങ്ങ് നേരെ അങ്ങ് വെച്ച് തരുക. നേരെ ഒരു പിടുത്തങ്ങ് പിടിച്ചു, ഒന്നും നോക്കണ്ട, കണ്ണടച്ചങ്ങ് പിടിച്ചു, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ചങ്ങാതിമാർ.